ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന ബിനാലെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഞങ്ങളേതായാലും അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ബിനാലെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പല ഹൗസുകളിലായിട്ടാണ്. ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ആസ്പെൻവാൾ ഹൗസിലാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായി നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോകാം. കാർ പാർക്കിംഗ് സൗകര്യം കുറവാണെന്ന് തോന്നുന്നു. റോഡ് സൈഡിലായിട്ടാണ് ആളുകളൊക്കെ കാർ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആസ്പെൻവാൾ ഹൗസിലെത്തി. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ ഇവിടുത്തെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ്. ബിനാലെയുടെ 6th എഡിഷൻ ഈ മാസം 31 അവസാനിക്കും. ഇവിടെ ഒരു മുതലയുടെ സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ ചില കാഴ്ചകൾ. അർജന്റീനിയൻ ആർട്ടിസ്റ്റായ ആഡ്രിയൻ വില്ലാർ റോജാസ് ഒരുക്കിയ ഹോണ്ടിങ് റെഫ്രിജറേറ്റർ ഭൂമിയിലെന്തും കാലക്രമേണ പഴകിക്കൊണ്ടിരിക്കും എന്ന സൂചന നൽകുന്നു. നാടെ അളന്നു മുറിച്ചു കെട്ടിയ വേലി കൊണ്ടവർ നദിക്ക് കുറുകെയും വേലി കെട്ടി. എന്നാൽ ഒരു നദിയെ കര പോലെ മുറിച്ചു മാറ്റാനാകുമോ? ചിന്തിക്കേണ്ട വിഷയമാണ് അല്ലേ? അനവധി മനുഷ്യജീവിതങ്ങളുടെ തൊഴിൽ മാർഗം. സപ്തക് മിസ്ട്രി എന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണ് ഈ കാണുന്നത്. കളിമണ്ണിൽ രൂപപ്പെടുത്തിയെടുത്ത കാൽപാദങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ഇവിടെ കാണാം. പഴയകാല സ്മൃതികളിലേക്കൊരെത്തി നോട്ടം. ഒരു ബോൾ മൊത്തമായി ഇവിടെ ഒരു പിക്ചർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരവധി കവുങ്ങുകളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു നാട്ടിൻപുറ കാഴ്ച. പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഗോത്ര സംഗീത ഉപകരണങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. കൊച്ചി ബിനാലെ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ആർട്ട് എക്സിബിഷനാണ്. ഒരു കണ്ടംപററി ആർട്ട് എക്സിബിഷൻ, അതായത് സമകാലിക കലയെ ആസ്പദമാക്കിയുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 1970-കൾക്ക് ശേഷം വികസിച്ചു വന്നതും വ്യക്തിഗതം, സമൂഹം, രാഷ്ട്രീയം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നതുമായ കലാരൂപങ്ങളാണ് സമകാലിക കല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടംപററി ആർട്ട് എക്സിബിഷൻ എന്ന പദവി കൊച്ചി ബിനാലേക്കുള്ളതാണ്.
ഇവിടുത്തെ എൻട്രി ടൈം രാവിലെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ധാരാളം ആർട്ട് വർക്കുകൾ ഇവിടെ പല ഹൗസസിലായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ എല്ലാം സമയമെടുത്ത് കണ്ടു തീർക്കാൻ പറ്റും. ഇവിടുത്തെ ബാൽക്കണി വ്യൂ കണ്ടോ? കൊച്ചിയുടെ ഒരു മനോഹരമായ വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്നത്. MSCയുടെ ഒരു കണ്ടെയ്നർ ഷിപ്പ് ഇത് അവിടെയുണ്ട്. വാഹനങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ജങ്കാർ, ബോട്ട്, തോണി ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. വിഷുവിൻ്റെ വരവറിയിച്ചുകൊണ്ടൊരു കൊന്നമരം ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ കായൽക്കാറ്റേറ്റുകൊണ്ട് എക്സിബിഷൻ കാഴ്ചകളിലേക്ക് പോകാം. ഈ പ്രാവശ്യത്തെ കൊച്ചി ബിനാലെ പ്രദർശനത്തിൻ്റെ ക്യൂറേറ്റർ പ്രശസ്ത പെർഫോമൻസ് ആർട്ടിസ്റ്റായ നിഖിൽ ചോപ്രയാണ്. ഫോർ ദ ടൈം ബീയിങ് ആണ് ഇപ്രാവശ്യത്തെ ബിനാലെയുടെ പ്രമേയം. ഇതിനകത്ത് പല സ്ഥലങ്ങളിലായി നിരവധി തിയേറ്റർ എക്സിബിഷനും കാണാൻ പറ്റി. ഇവിടെ വരുന്നവർക്കായി ഒരു കഫേ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്കുകളുടെ എക്സിബിഷനും സെയിലും നടക്കുന്നൊരു ഷോപ്പാണിത്.
അങ്ങനെ ആസ്പിൻവാൾ ഹൗസിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ഹൗസിലേക്ക് പോകാം. ഓരോ ഹൗസും നടന്നു പോകേണ്ട ദൂരത്തിലാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ KM ബിൽഡിംഗ് ആണിത്. ഇനി ഈ ഹൗസിൽ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നോക്കാം. മനുഷ്യജീവിതത്തിൽ വസ്ത്രത്തിൻ്റെ പ്രാധാന്യം, തുണി നെയ്ത്ത് സംബന്ധമായ ആർട്ട് വർക്കുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്ത ആർട്ടിസ്റ്റായ ലക്ഷ്മി മാധവനാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. കേരളത്തിൻ്റെ 200 വർഷം പഴക്കമുള്ള കസവു പാരമ്പര്യം അടുത്തറിയാൻ ഒരവസരം. പെപ്പർ ഹൗസാണ് അടുത്ത വേദി. ഇവിടെ കയറി നിന്നാൽ മുകളിൽ കൊടുത്തിട്ടുള്ള കണ്ണാടിയിൽ പ്രതിഫലിച്ച് ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തുള്ള കടൽ കാണാം. ഇടുക്കിയിൽ നിന്നുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് എക്സിബിഷനും ഇവിടെ കാണാൻ പറ്റി. റാക്കോഡെല്ല ചോക്ലേറ്റ്സ് ആണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ചെറിയ ബോട്ടിലിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയും ഹൗസസ് ഉണ്ട്, എല്ലാം ഒന്നും കണ്ടു തീർക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.